ഇപ്പോൾ ഇങ്ങനെ കഴുത്തിൽ വെച്ച് നടക്കുന്നത് ആളെ കാണിക്കാൻ വേണ്ടിയാണോ? അല്ലല്ലോ. എനിക്കറിയാമല്ലോ ഇവിടെ എത്രമാത്രം തിരക്കുണ്ട്, എത്രമാത്രം പേഷ്യൻസ് വരുന്നുണ്ട് എന്നൊക്കെ ഉള്ളതില്ലേ. അപ്പോൾ തിരക്കിനിടയിൽ അതിന് സമയം ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. ഓക്കെ. ഫുൾ ടൈം സ്റ്റെതസ്കോപ്പ് കഴുത്തിലിടണമെന്നില്ല. എല്ലാവർക്കും അറിയാം ഇയാളൊരു ഡോക്ടറാണ് എന്ന്. ഞാൻ എൻ്റെ സഹോദരിയും ഭർത്താവും എളാപ്പാൻ്റെ മോളും ഭർത്താവും വന്നപ്പം അവർ കൂടെ ഒരു സെൽഫി എടുത്തു. അത് അപ്ലോഡ് ചെയ്തപ്പം അതിനിടയിലൊരു വ്യക്തിയിട്ടൊരു കമൻ്റാണ്. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഷോക്ക് വേണ്ടിയാണോ ഈ സ്റ്റെതസ്കോപ്പ് ഇടുന്നത്? ഈ സ്റ്റെതസ്കോപ്പിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഒരുപക്ഷേ ഈ സ്റ്റെതസ്കോപ്പ് പ്രൊഫഷണലി കഴുത്തിലിടാൻ പറ്റാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതെന്തൊരു പ്രസ്റ്റീജിയസ് സംഭവമായിരിക്കും. ഇതെന്തോ ഒരു ഡോക്ടറായിരുന്നെങ്കിൽ, ഒരു ഡോക്ടറായാൽ എന്താണെന്നൊക്കെ ആലോചിക്കുന്നതായിരിക്കും. പക്ഷേ ഒരു പ്രൊഫഷണലി ഒരു ഡോക്ടറായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റെതസ്കോപ്പ് അതല്ല. ഏറ്റവും സമ്മർദ്ദം നിറഞ്ഞൊരു ലൈഫിൻ്റെ പ്രതീകമാണത്, പുറത്തും അകത്തും. കാരണം പുറത്ത് വരുന്നതൊക്കെ സമ്മർദ്ദങ്ങൾ നിറഞ്ഞ പേഷ്യൻസ്. എൻ്റെ ആ സഹോദരി വന്നപ്പോൾ പോലും 25ഓളം OP പരിശോധിച്ച് 3ഓളം സർജിക്കൽ പ്രൊസീജിയർ ചെയ്ത് 2 മെഡിക്കൽ റെപ്പുമാരവിടെ കാത്തിരുന്ന് അതിനിടയിൽ റൗണ്ട്സ് എടുത്ത് വളരെ ധൃതിയിൽ പിടിച്ചിരിക്കുന്ന സമയത്ത് അവർ വരുന്നത്. അപ്പോൾ അതുപോലുള്ളൊരു സന്തോഷകരമായ മുഹൂർത്തത്തിൽ ആ തിരക്കിനിടയിൽ നമ്മൾ വന്നിരിക്കുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ട് ഇതിൻ്റെ കഴുത്ത് സ്റ്റെത്ത് ഉണ്ടോയെന്നോ ഈ സ്റ്റെത്ത് അങ്ങോട്ട് മാറ്റി വെക്കണമെന്ന് ഓർമ്മ ഉണ്ടാവില്ല. കാരണം ഈ സ്റ്റെത്ത് എപ്പോഴും നമ്മുടെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് വേണം. കാരണം എപ്പോഴാണ് ഒരു എമർജൻസി പേഷ്യൻറ്റ് വരാമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഡ്യൂട്ടി സമയത്താകുമ്പോൾ നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം. അല്ലാണ്ട് ഇതിങ്ങനെ സ്റ്റോക്ക് വേണ്ടി വെക്കുന്നതല്ല. ഇതവിടെ വെച്ച് നിൽക്കുന്ന നോക്കുക, അവിടെ ഹൃദയത്തിൻ്റെ മിടിപ്പറയും ശ്വാസകോശത്തിലെ പ്രശ്നങ്ങൾ അറിയും, അങ്ങനെ പലതും അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റെതസ്കോപ്പ് ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും സ്റ്റെതസ്കോപ്പിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് വീഡിയോ ചെയ്യാം. ഓക്കെ. അപ്പോൾ എല്ലാവരും അങ്ങനെ കാണരുത്. ഇതൊക്കെ ഒരു വലിയൊരു അഭിമാനത്തിൻ്റെയോ വലിയൊരു അഹങ്കാരത്തിൻ്റെയോ പ്രതീകമായിട്ടൊന്നും കാണരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായില്ല? അല്ലാണ്ട് നമ്മൾ ഓർക്കുന്നില്ല. നമ്മൾ ഓട്ടോമാറ്റിക്കായി ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ ഓർക്കൂല. ഇത് നമ്മൾ പണ്ട് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഞാൻ സർജൻസി ബീച്ച് ആശുപത്രിയിലൊക്കെ ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് അവിടെ ഒരു ശ്രീനിവാസൻ എന്നൊരു ഡോക്ടറുണ്ട്. പുള്ളി ഇങ്ങനെ രോഗികളൊക്കെ പരിശോധിച്ചിരിക്കുമ്പോൾ ഈ സ്റ്റെതസ്കോപ്പും വെച്ചിട്ട് വണ്ടി ഓടിച്ചങ്ങ് പോകും. ഞാനും വിചാരിച്ചു അന്നൊക്കെ നമ്മൾ തുടക്കമാണല്ലോ, നമുക്കും ഒരു സ്റ്റെത്തൊക്കെ വെച്ച് നമ്മളെ അയൽവാസികളും കുടുംബക്കാരൊക്കെ വരുമ്പോൾ ഇതിങ്ങനെ കാണിക്കാൻ ഭയങ്കര അഭിമാനമായിരിക്കും. മനസ്സിലായില്ലേ? ആ സമയത്ത് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ആ ഡോക്ടർ എന്താ ഡോക്ടറാണെന്ന് കാണിക്കാൻ വേണ്ടിയാണോ എന്ന് ചോദിക്കും. പിന്നെ മനസ്സിലായത് ആ ഡ്യൂട്ടി ഇങ്ങനെ ഫ്ലോയിൽ അങ്ങ് പോകുന്ന സമയത്ത് അതൊന്നും ശ്രദ്ധിക്കാൻ സമയം കിട്ടില്ല, അതങ്ങനെ അങ്ങ് പോകും. മനസ്സിലായില്ലേ? എന്നെ സംബന്ധിച്ചോളം ഞാൻ വ്ലോഗ് ചെയ്യുന്നതും പലതും ഈ ഡ്യൂട്ടീൻ്റെ ഇടയിൽ കിട്ടുന്ന ചെറിയ കൊച്ചു ഇടവേളകളിലാണ്. ഇപ്പോൾ എനിക്ക് കുറച്ച് ഫ്രീ ടൈമുണ്ട്. ഞാൻ പള്ളിയിൽ പോകേണ്ട സമയത്ത് വേറെ ഡോക്ടർ അവിടെ ഉണ്ട്. അതുകൊണ്ട് ആ സമയത്ത് കിട്ടുന്ന ഇടവേളകളിൽ ചെയ്യുമ്പം ഇതിവിടെ തന്നെ കാണും. കാരണം ഇപ്പോൾ ഞാനിത് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് 2 പ്രാവശ്യം പേഷ്യൻസ് എൻ്റെ അടുത്ത് വന്നു. അപ്പോഴൊക്കെ ഞാനത് നിർത്തി പോസാക്കി ക്യാമറ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ചെയ്തതാണ്. ഓക്കെ. ആരും തെറ്റിദ്ധരിക്കരുത്. ഇതൊന്നും ഷോക്ക് വേണ്ടിയല്ല. മാക്സിമം ഇതില്ലാതെ ചെയ്യുന്നതാണ് നമുക്കിഷ്ടം. ഇല്ലാതെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം.